ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ, ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായി നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിൽ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ഇന്ത്യയുടെ പതാകയുമായി ത്രിവർണ്ണ പതാക അംഗീകരിച്ച ഇന്ത്യയുടെ പതാകയായ ത്രിവർണ്ണ പതാക അംഗീകരിച്ച സമ്മേളനം ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടന ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. 1857 വിപ്ലവത്തിൽ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? റിപ്പബ്ലിക് എന്ന് അറിയപ്പെടുന്നു. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21 എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? വിദ്യാഭ്യാസത്തിനുള്ള. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷന്. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി. അപ്പോൾ സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് അയ്യങ്കാളി. G20 കൂട്ടായ്മ ഉൾപ്പെടാത്ത രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോൾ G20 കൂട്ടായ്മ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ പേരാണ് ഓപ്പറേഷൻ അജയ്. പട്ടിണി ഇല്ലാതാക്കാൻ സാമൂഹ്യനീതി, തുല്യാധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. പട്ടിണി ഇല്ലാതാക്കാൻ, സാമൂഹ്യനീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടിയ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? അരുണാചൽ പ്രദേശുമായാണ് ഇന്ത്യയും ചൈനയും തർക്കം നിലനിൽക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്ന ശരിയല്ലാത്ത പ്രസ്താവന 2 മാത്രമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് 1, 3. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. പുനഃസംഘടനാ കമ്മീഷൻ 1956 നിലവിൽ വന്നു. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാൻഡ്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽപ്പെടാത്ത പട്ടണം ഏത് എന്ന് വെച്ചാൽ മധുരയാണ്. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കാൻഡ്ല, മംഗലാപുരം ഇതിൽപ്പെടാത്തതും മധുരൈ. ഫക്രാനംഗൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്ന എന്തെല്ലാമാണ്? ഫക്രാനംഗൽ അണക്കെട്ടിന്റെ പ്രാധാന്യം 2ഉം 4ഉം ആണ്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധോദ്ദേശ പദ്ധതിയാണ്. സത്ലജ് നദിയിലാണ് ഫക്രാനംഗൽ സ്ഥിതി ചെയ്യുന്നത്. വിവിധോദ്ദേശ പദ്ധതി. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ്? കൊല്ലം ആണ്. താഴെ പറയുന്നവയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരമാണ് ജീവൻ രക്ഷാ പതക്. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി. നിസാം സാഗർ നദീതട പദ്ധതി ഗോദാവരി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം തൂത്തുക്കുടി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ദക്ഷിൺ ഡെക്കാൻ പീഠഭൂമി. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബാരാലാചല ചുരമാണ്. ബാരാലാചല ചുരമാണ് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത് ബാരാലാചല
കാലാലചല ചുരം. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? 82.5 പൂർവ്വ രേഖാംശം. 82.5 പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചത്. 82.5 പൂർവ്വ രേഖാംശം. ബൽവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ ഭരണഘടനാ സാധുത. അപ്പോൾ ബൽവന്തറായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയും. പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശമാണ് ഇടയ്ക്ക ഗുഹ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജാണ് പള്ളിക്കര. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. താഴെ പറയുന്ന ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? കാപ്പിയാണ്. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യ കയർ ഫാക്ടറി? ആലപ്പുഴ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. താഴെ പറയുന്ന ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന സി ആണ്. അപ്പോൾ ബാക്കി 3 ശരിയാണ്. ഇന്ത്യയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം. ഏകദേശം 2695 മീറ്റർ ഉയരം. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? കോതമംഗലം. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്കാണ് HDFC. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജ്. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനം. ലോകാരോഗ്യ സംഘടന അനുമതി നൽകുന്ന ടാഗ് 03 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഡെങ്കി വൈറസാണ്. അപ്പോൾ ടാഗ് 003 എന്ന് പറയുന്നത് ഡെങ്കി വൈറസിനെതിരെ ഉള്ളതാണ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് കിലിയൻ മർഫി ആണ്. 2ാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി ആണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്പലത്തിൻ്റെ കൃതിയാണ് അൽഗോരിതങ്ങളുടെ നാട്. അപ്പോൾ അൽഗോരിതങ്ങളുടെ നാട് ആരുടെ കൃതിയാണ്? ഉണ്ണി അമ്പലത്തിൻ്റെ കൃതിയാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച എലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. അപ്പം മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച എലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാൻ നൽകിയ പേര് നീലു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകവും അഗ്രചർവണകവും. ചർവണകവും അഗ്രചർവണകവുമാണ് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ D ആണ്. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ടയാണ്. വനാവകാശ നിയമം നിലവിൽ വന്നത് 2006. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗോവ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡൻ. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായവ 1, 2, 3 ആണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ.
തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആണെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ 2ഉം 3ഉമാണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനിപ്പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? അയിരുകൾ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിട്ട് എന്താണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. അപ്പോൾ വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത എന്താണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുവാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര് സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര് കൈരളി. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം വുഹാൻ. താഴെ പറയുന്ന ജീവിതശൈലി രോഗമല്ലാത്തത് ടൈഫോയിഡ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം, പക്ഷാഘാതം, രക്താതിമർദ്ദം. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ജ്യോതിസ്. 2024 സെപ്റ്റംബർ പോക്സ് സ്ഥിരീകരിച്ച് കേരളത്തിലെ ജില്ല മലപ്പുറം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു വിബ്രിയോ. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ശലഭം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ബ്ലീച്ചിങ് പൗഡർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൂനെ. താഴെ പറയുന്നത് ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? JP നദ്ദ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി അമൃതം ആരോഗ്യം. താഴെ പറയുന്ന ഏത് മാർഗമാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്? മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ നിന്നാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് നൽകിയിരിക്കുന്ന പേരാണ് MAL ആണ് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര്. താഴെ പറയുന്ന ജന്തുജന്യ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങളാണ് നിപ്പയും എംപോക്സും.